ശ്രീ ശ്യാംകുമാർ TS, ഇപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നാണ് ഗുരു പറഞ്ഞത്. ഗുരു ദൈവമാണ് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഗുരുവിനെ കമ്മ്യൂണിസ്റ്റാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് BJP പറയുന്നത്. യഥാർത്ഥത്തിൽ ഗുരു ആരാണ്? ഇതിനകത്ത് ഇവിടെ ചർച്ച ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താതെ ഈ വിഷയത്തിലേക്ക് വരാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഒരു പോയിന്റിനെ ക്ലാരിറ്റി വരുത്തുന്നതിലൂടെ മാത്രമേ ഈ ചർച്ചയ്ക്ക് പ്രാധാന്യമുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. അതിലൊന്ന്, എന്താണ് സനാതന ധർമ്മം എന്ന ആശയം എന്ന് നമ്മൾ പരിശോധിക്കണം. രണ്ട് ഉദാഹരണങ്ങൾ അതിലേക്ക് ഞാൻ ചൂണ്ടിക്കാട്ടാം. ഒന്ന്, ശങ്കരാചാര്യരെയാണല്ലോ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ മഹാസ്ഥാപകനായിട്ട് കരുതുന്നത്. ശങ്കരാചാര്യർ എന്താണ് ധർമ്മം എന്ന് വളരെ കൃത്യമായിട്ട് ശങ്കരൻ ഗീതാഭാഷ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, സധർമ്മോ ബ്രാഹ്മണാദ്യർ വർണ്ണഭിരാശ്രമിഭിശ്ച ശ്രേയോ അർത്ഥിഭിഹി അനുഷ്ഠീയമാനോ ദീർഘേണ കാലേന എന്നിങ്ങനെ പറയുകയാണ് ശങ്കരൻ പറയുന്നത്, ഭഗവാൻ വാസുദേവൻ അവതരിക്കുന്നത് തന്നെ ബ്രാഹ്മണ്യത്തിന്റെയും ബ്രാഹ്മണത്വത്തിന്റെയും രക്ഷയ്ക്കായിട്ടാണെന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, ഗീതയിൽ പറയുന്നത്, ശൂദ്രാണാം അസമാസകരണം ഏകജാതിത്വേ സതി വേദ അനധികാരാത്. ശൂദ്രൻ ഏകജാതിയായതുകൊണ്ട് ഉപനയനം കഴിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വേദത്തിന് അധികാരമില്ല എന്ന് ശങ്കരൻ പറയുന്നു. ഇത് ധർമ്മമാണ്. ശങ്കരന്റെ അഭിപ്രായത്തിൽ ഇതാണ് ധർമ്മം. അതുകൂടാതെ ശങ്കരൻ പറയുന്നത്, ശൂദ്രന്മാർ സഞ്ചരിക്കുന്ന പട്ടടയാണ്, അവർക്ക് വേദോപദേശം ചെയ്യാൻ പാടില്ല, അവർ വേദം പഠിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ഇതേ ഗീതയിൽ തന്നെയാണ് സ്ത്രീകളും വൈശ്യരും ശൂദ്രരും പാപയോനികളാണെന്ന് പറയുന്നത്. ഇവരെ പാപയോനികളാണെന്ന് ശങ്കരൻ വളരെ കൃത്യമായിട്ട് ഭഗവത്ഗീതയുടെ ഭാഷ്യത്തിൽ പറയുന്നു. ഇനിയും കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മഹാഭാരതത്തെയൊക്കെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ വസ്തുനിഷ്ഠമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത്. വളരെ കൃത്യമാണ് അക്കാര്യം. മഹാഭാരതത്തിൽ ഒരു വരി ഞാൻ ഉദ്ധരിക്കുക, അദ്ദേഹം പറഞ്ഞതിനോട് ആ വസ്തുതാപരമായിട്ടൊന്ന് ചേർത്ത് വെക്കാൻ വേണ്ടി. മഹാഭാരതം എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് രാമായണത്തെ നമുക്ക് നോക്കാം. അതിൽ പറയുന്നത്, ബ്രഹ്മം തന്നംഗ്രി ജാതനായതു ശൂദ്രനല്ലോ, ദാസനായ ദ്വിജകുല പാദസേവയും ചെയ്ത് വാസനയാലേ തേഷാം വൃത്തിയും രക്ഷണം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, അക്ഷര അനഭിജ്ഞത്വം മൂഢത്വവും അക്ഷരവ്യക്തി വിഹീനാലാപനങ്ങളുമെല്ലാം ശൂദ്രധർമ്മങ്ങളെന്ന് ധരിക്ക യുധിഷ്ഠിര. അപ്പൊ ഒരു ശൂദ്രന്റെ ധർമ്മം എന്താണ്? അവൻ അക്ഷരം പഠിക്കാൻ പാടില്ല, എക്കാലവും ബ്രാഹ്മണ സേവ ചെയ്യുകയാണ് ശൂദ്രന്റെ ധർമ്മം എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അപ്പൊ ഈ ധർമ്മത്തിന്റെ പേര് ചാതുർവർണ്ണ്യമെന്ന് മാത്രമാണ്. ഇപ്പൊ സനാതന ധർമ്മം എന്ന് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാതുർവർണ്ണ്യത്തിന്റെ മറ്റൊരു പേര് മാത്രമാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ മറ്റൊരു പേര് മാത്രമാണ് സനാതന ധർമ്മം. ഈ സനാതന ധർമ്മത്തോട് ഗുരു ഒരിക്കലും യോജിച്ചില്ല. അത് 1916 ജൂലൈ 16 അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ പ്രസിദ്ധം ചെയ്തു ഗുരുവിന്റെ. ആ പ്രഭാഷണത്തിൽ ഗുരു പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ നടപ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു പ്രത്യേക ബന്ധവുമില്ല. നാമായിട്ടൊരു പ്രത്യേക മതം സ്ഥാപിച്ചിട്ടുമില്ല. എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള മതം ആചരിച്ചാൽ മതി. നാം ചില ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഹിന്ദുക്കളിൽ ചിലരുടെ ആഗ്രഹം അനുസരിച്ചാണ്. ഇതുപോലെ ക്രിസ്ത്യാനികൾ, മുഹമ്മദീയർ മുതലായ മറ്റു മതക്കാരും ആഗ്രഹിക്കുന്ന പക്ഷം അവർക്കായും വേണ്ടത് ചെയ്യുവാൻ നമുക്ക് എപ്പോഴും സന്തോഷമാണുള്ളത് എന്ന് പറഞ്ഞ ഗുരു എങ്ങനെയാണ് വർണ്ണാശ്രമ ധർമ്മത്തിന്റെ മറ്റൊരു പേര് മാത്രമായ സനാതന ധർമ്മത്തിന്റെ വക്താവാകുന്നത്? ഒരു ചോദ്യം കൂടി ഞാൻ ഉന്നയിക്കാം. ഗുരു ക്ഷേത്രപ്രതിഷ്ഠ ചെയ്തതുകൊണ്ട് സനാതന ധർമ്മത്തിന്റെ വക്താവാണെന്നാണല്ലോ പറയുന്നത്. എന്താണ് ക്ഷേത്രപ്രതിഷ്ഠകളുടെ മാനുവലായ തന്ത്രസമുച്ചയം മുതലായ ഗ്രന്ഥങ്ങളിൽ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് അധികാരി ആരാണെന്നാണ് പറയുന്നത്? വിപ്രകുലീനഃ കൃതസംസ്ക്രിയൗകഃ സ്വതീത വേദാഗമ തത്വവേത്ത എന്നാ പറയുന്നത്. ബ്രാഹ്മണന് മാത്രമേ പ്രതിഷ്ഠ ചെയ്യാൻ അധികാരമുള്ളൂ എന്നാണ് തന്ത്രസമുച്ചയം ഉൾപ്പെടെയുള്ള മുഴുവൻ കേരളീയ തന്ത്രഗ്രന്ഥങ്ങളിൽ എഴുതിയത്. ആ തന്ത്രസമുച്ചയത്തിന്റെ സനാതന ധർമ്മത്തിന്റെ വിധികളെ മറികടന്നുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ 1888 അരുവിപ്പുറത്ത് മഹാപ്രതിഷ്ഠ നടത്തിയത്. പാവങ്ങളുടെ ദുഃഖം ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത്. തന്ത്രസമുച്ചയം അനുസരിച്ചാണെങ്കിൽ ഗുരുവിന് പ്രതിഷ്ഠ നടത്താൻ കഴിയില്ല. തന്ത്രസമുച്ചയം അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് കണ്ണാടി പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. തന്ത്രസമുച്ചയവും ശേഷസമുച്ചയവും കുഴിക്കാട്ട് വെച്ച് ഈ ബ്രാഹ്മണന്മാർ എഴുതിക്കൂട്ടിയ മനുസ്മൃതിയും ഒക്കെ അനുസരിച്ചാണെങ്കിൽ ഗുരുവിന് ഒരിക്കലും പ്രതിഷ്ഠ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് സാക്ഷാൽ കേരളത്തിന്റെ ആചാര്യനായ മഹാഗുരു അദ്ദേഹം ഈ വർണ്ണാശ്രമ ധർമ്മത്തെ, സനാതന ധർമ്മത്തെ ഉല്ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ക്ഷേത്രപ്രതിഷ്ഠകൾ നിർവഹിച്ചത്. ഇവിടെ
ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ, അതിനും കൂടെ ഞാൻ മറുപടി പറയാൻ എനിക്ക് അല്പസമയം തരണം. അതായത് ഈ ബ്രാഹ്മണരാണ് ഒരു ദിവസം തന്നെ ബ്രാഹ്മണനും ശൂദ്രനും വൈശ്യനും ഒക്കെ ആകാൻ കഴിയുമെന്നാണ് പറയുന്നത്. എനിക്കൊരു ചെറിയ ചോദ്യം മാത്രമേ ഇവരോട് ചോദിക്കാനുള്ളൂ. കേരളത്തിൽ ഒരുപാട് ഈഴവ സമുദായത്തിൽപ്പെട്ട പൂജാരിമാര് പൂജ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ കർമ്മം കൊണ്ട് ബ്രാഹ്മണരാ. എന്തുകൊണ്ടാണ് കർമ്മം കൊണ്ട് ബ്രാഹ്മണനായി, ഞാൻ കോട്ടൻകോട്ടിലെ കർമ്മം കൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറയും, എന്തുകൊണ്ടാണ് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു പൂജാരിക്ക് ഇന്നും ശബരിമല മേൽശാന്തിയാകാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാചകക്കാരനാകാൻ അപേക്ഷ ക്ഷണിക്കുമ്പോൾ പോലും അത് മലയാള ബ്രാഹ്മണനാകണമെന്നാണ് പറയുന്നത്? അപ്പോൾ ഇവരുടെയൊക്കെ ഈ കർമ്മബ്രാഹ്മണ്യവാദം എത്രമാത്രം അസംബന്ധമാണ് എന്ന് ഇതിൽ കൂടുതൽ തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ? അതുകൊണ്ട് ഈ വാദങ്ങളെയെല്ലാം ഈ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ മറ്റൊരു പേര് മാത്രമായ സനാതന ധർമ്മത്തെ കടപുഴക്കി എറിഞ്ഞുകൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടുമാണ് നാരായണ ഗുരുസ്വാമികൾ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് എഴുതിയത്. കാരണം വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് സാഹോദര്യമില്ല. അത് മനുഷ്യരെ പലതായി വേർതിരിക്കുന്നു, മനുഷ്യർക്കിടയിൽ വിദ്വേഷം നിറയ്ക്കുന്നു. ബ്രാഹ്മണനായിട്ട് ഏറ്റവും മുകളിലെന്നും ശൂദ്രൻ പാദസേവ ചെയ്യേണ്ടവനാണെന്നും വർണ്ണാശ്രമ ധർമ്മം പറയുന്നു. ഗുരു അതിനെ അംഗീകരിക്കുന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.